എംകോമിലെ തേർഡ് സെമസ്റ്ററിലെ ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു തിയറി പേപ്പറാണ്, അതുപോലെ ഒരു പ്രോബ്ലം പേപ്പർ കൂടിയാണ്. അപ്പോൾ ഇതിൽ തിയറി പാർട്ട് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, പ്രോബ്ലംസ് ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം. ഫസ്റ്റ് ചാപ്റ്ററാണ് ഫൗണ്ടേഷൻ ഓഫ് ഫിനാൻസ്. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് പറയുന്നത് ഫിനാൻസ് എന്താണെന്നാണ്. ഫിനാൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, അതായത് ബിസിനസ്സിൻ്റെ ലൈഫ് ബ്ലഡ് ആയിട്ടാണ് ഫിനാൻസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതായത് ഫിനാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് ഫ്രഞ്ച് വേർഡായിട്ടുള്ള ഫൈനിൽ നിന്നാണ്, വിച്ച് മീൻസ് ടു പേ, സെറ്റിൽ ഓർ ഫിനിഷ്. ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ ഫിനാൻസ് എന്ന് പറയുന്നത് ഒരു മാനേജ്മെൻറ്റ് ഓഫ് മണിയാണ്. ഫിനാൻസ് ഈസ് ദി ആർട്ട് ആൻഡ് സയൻസ് ഓഫ് ഹാൻഡ്ലിങ് മണി. അതായത് മണിയൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ആർട്ട് ആൻഡ് സയൻസ് ആണ് ഈ ഫിനാൻസ് എന്ന് പറയുന്നത്. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനും ഫിനാൻസ് ആവശ്യമാണ്. സോ ബിസിനസ്സിൻ്റെ ലൈഫ് ബ്ലഡ് ആണ് ഫിനാൻസ് എന്ന് പറയുന്നത്. അതായത് ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻ ആവശ്യമായിട്ടുള്ള ഒരു ഫണ്ടിനെയാണ് ഈ ഫിനാൻസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. അതായത് ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻസ് ഒക്കെ മാനേജ് ചെയ്യുന്നതാണ് ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു കമ്പനിയിലെ ഫിനാൻസ് ഒക്കെ പ്രൊക്യൂർ ചെയ്തിട്ട് അതിന് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് ഒക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്ന് നോക്കുന്നതാണ് ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ഒക്കെ മാനേജ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ മാനേജേഴ്സാണ്, അതായത് ടോപ്പ് ലെവൽ മാനേജേഴ്സാണ്. ഈ ഫിനാൻസ് ഒക്കെ മാനേജ് ചെയ്യുന്ന ടൈമിൽ ഇവരെന്താ റിട്ടേൺസ് മാത്രമല്ല കൺസിഡർ ചെയ്യുക, അതിൻ്റെ റിസ്ക്കും കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിൽ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഡിസിഷൻസ് ആണ് ടേക്ക് ചെയ്യുക. അതായത് ബിസിനസ്സിൻ്റെ ലൈഫ് ബ്ലഡ് ആയിട്ടുള്ള ഫിനാൻസിനെ എഫിഷ്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതാണ് ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ഗോൾസ് ഓർ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻസ് ഓർ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഇതിനെന്താ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് ഒന്നും അതുപോലെ നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് ഒന്നും. ഈ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സിനെ പിന്നെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. ഏതൊരു ബിസിനസ്സിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവായിട്ട് കൺസിഡർ ചെയ്യുന്നത് പ്രോഫിറ്റ് ഒക്കെ മാക്സിമൈസ് ചെയ്യുക എന്നാണ്. അതായത് ഒരു ബിസിനസ്സിൽ എന്താ ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഒരുപാട് ആളുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്താ ഒരുപാട് ആളുകൾ കണക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഷെയർ ഹോൾഡേഴ്സ്, ക്രെഡിറ്റേഴ്സ്, എംപ്ലോയീസ്, ഇവരൊക്കെ ഒരു ബിസിനസ്സിൽ ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും കണക്ട് ചെയ്യുന്ന പേഴ്സൺസ് ആണ്. അപ്പോൾ ഇവരുടെ എക്കണോമിക് ഇൻട്രസ്റ്റ് ഒക്കെ സംരക്ഷിക്കുക എന്നുള്ളതും ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. എന്നിട്ട് ഇതിലൂടെയാണ് ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഒക്കെ നടക്കുന്നത്. ഇനി പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് പ്രോഫിറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ സർവൈവൽ. സർവൈവലിന് എന്താ പ്രോഫിറ്റ് ഒക്കെ ആവശ്യമാണ്. ഇനി രണ്ടാമത്തതാണ് സോഷ്യൽ വെൽഫെയർ ക്യാൻ ബി അച്ചീവ്ഡ് ത്രൂ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. സോഷ്യൽ വെൽഫെയർ ഒക്കെ അച്ചീവ് ചെയ്യുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷനിലൂടെയാണ്. മൂന്നാമത്തതാണ് മാക്സിമം പ്രോഫിറ്റ് മീൻസ് മാക്സിമം റിട്ടേൺ ടു ഷെയർ ഹോൾഡേഴ്സ്. അതായത് ഒരു കമ്പനിക്ക് മാക്സിമം ലെവൽ പ്രോഫിറ്റ് ഉണ്ടായാലാണ് ആ ഒരു കമ്പനി അവരുടെ ഷെയർ ഹോൾഡേഴ്സിന് മാക്സിമം റിട്ടേൺസ് പ്രൊവൈഡ് ചെയ്യുക. ഇനി നാലാമത്തതാണ് പ്രൊവൈഡ് സഫീഷ്യൻറ്റ് ഫണ്ട് ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ. അതായത് ഒരു കമ്പനിക്ക് എന്താ ഒരുപാട് ഫണ്ട് ഉണ്ടെങ്കിൽ അത് ഫ്യൂച്ചർ എക്സ്പാൻഷന് വേണ്ടിയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അഞ്ചാമത്തതാണ് അട്രാക്ട് ഇൻവെസ്റ്റേഴ്സ്. പ്രോഫിറ്റ് മാക്സിമൈസേഷനിലൂടെ ഇൻവെസ്റ്റേഴ്സിനെ കൂടിയിട്ട് അട്രാക്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതായത് ഹൈലി പ്രോഫിറ്റ് ഉള്ള കമ്പനി ആണ് എന്നുണ്ടെങ്കിൽ അത് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യും. ഇനി ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സിലുള്ള രണ്ടാമത്തെ ടൈപ്പാണ് വെൽത്ത് മാക്സിമൈസേഷൻ. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഗോൾ എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് ഒക്കെ മാക്സിമൈസ് ചെയ്യാമെന്നാണ്. ഈ പ്രോഫിറ്റ് മാക്സിമൈസേഷനും അതുപോലെ വെൽത്ത് മാക്സിമൈസേഷനും സെയിം ആണ്. ഈ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അതായത് കമ്പനീൻ്റെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്താൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിട്ടേൺ മാക്സിമൈസ് ചെയ്യുന്നതാണ്. എന്നാൽ വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യാമെന്നാണ്. അതായത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് കൂട്ടുക. ഇതിലെന്താ ഇക്വിറ്റി ഷെയർസിൻ്റെ വാല്യൂസ് ആണ് മാക്സിമൈസ് ചെയ്യുന്നത്. അതായത് ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇക്വിറ്റി ഷെയർസിൻ്റെ വാല്യൂ ആണ് ഇവർ മാക്സിമൈസ് ചെയ്യുക. ഇക്വിറ്റി ഷെയർസിൻ്റെ വാല്യൂസ് ഒക്കെ മാക്സിമൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്തും കൂടുന്നതാണ് പറയുന്നത്. അതായത് മാക്സിമൈസേഷൻ ഓഫ് വെൽത്ത് എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർസിൻ്റെ വാല്യൂസ് ഒക്കെ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഷെയർസിൻ്റെ മാർക്കറ്റ് പ്രൈസും ഇൻക്രീസ് ആവുമെന്നാണ് പറയുന്നത്. ഇതെന്താ ലോങ് റണ്ണിലേക്കാണ് മാർക്കറ്റ് പ്രൈസ് ഒക്കെ ഇൻക്രീസ് ചെയ്യുക. ഇങ്ങനെ ലോങ് റണ്ണിലേക്ക് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ മാർക്കറ്റ് പ്രൈസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന റിട്ടേണും ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസ് ആവും. ഇനി പറയുന്നത് അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. അതായത് അഡ്വാൻറ്റേജസ് ഓഫ് മാക്സിമൈസേഷൻ ഓഫ് വെൽത്ത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഇറ്റ് കൺസിഡർ ടൈം വാല്യൂ ഓഫ് മണി.
ടൈം വാല്യൂ ഓഫ് മണി ഇവർ കൺസിഡർ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് വൺ ആണ് ഇറ്റ് കൺസിഡർ ഇൻട്രസ്റ്റ് ഓഫ് വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് സൊസൈറ്റി അറ്റ് ലാർജ്. ഒരു കമ്പനിയിൽ ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവരുടെ ഇൻട്രസ്റ്റും സൊസൈറ്റീൻ്റെ ഇൻട്രസ്റ്റും കൺസിഡർ ചെയ്തിട്ടാണ് വെൽത്ത് മാക്സിമൈസേഷൻ ഒക്കെ നടത്തുന്നത്. മൂന്നാമത്തതാണ് ഇറ്റ് ഫോക്കസസ് ഓൺ ദി ലോങ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ ലോങ് ഗ്രോത്തും ഡെവലപ്മെൻറ്റുമാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. നാലാമത്തതാണ് ഇറ്റ് കൺസിഡർ ദി ഇമ്പാക്റ്റ് ഓഫ് റിസ്ക് ഫാക്ടേഴ്സിൻ്റെ ഇമ്പാക്റ്റും ഇവർ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇനി ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സിലുള്ള മൂന്നാമത്തെ ടൈപ്പാണ് പറയുന്നത്, അതായത് വാല്യൂ മാക്സിമൈസേഷൻ. ഒരു ഫേമിൻ്റെ ലോങ് ടേം മാർക്കറ്റ് വാല്യൂ ഇൻക്രീസ് ചെയ്യാനാണ് ഈ വാല്യൂ മാക്സിമൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഒരു ഫേമിൻ്റെ ഫിനാൻഷ്യൽ അസറ്റ്സ് ആണ് ഇക്വിറ്റി, ഡെപ്റ്റ്, പ്രിഫറൻസ് ഷെയർസ്, ഇതൊക്കെ. ഈ അസറ്റ്സിൻ്റെ ഒക്കെ വാല്യൂ ഇൻക്രീസ് ചെയ്യുക എന്നാണ് ഈ ഒരു വാല്യൂ മാക്സിമൈസേഷനിൽ പറയുന്നത്. അതായത് ഒരു കമ്പനീൻ്റെ ഫിനാൻഷ്യൽ അസറ്റ് ആയിട്ടുള്ള ഇക്വിറ്റി, ഡെപ്റ്റ്, പ്രിഫറൻസ് ഷെയർസ്, ഇതിൻ്റെ ഒക്കെ വാല്യൂസ് ഒക്കെ മാക്സിമൈസ് ചെയ്യാം. ഇക്വിറ്റി ഷെയർസിൻ്റെ വാല്യൂസ് മാത്രമല്ല മാക്സിമൈസ് ചെയ്യുന്നത്, എല്ലാ ഫിനാൻഷ്യൽ അസറ്റ്സിൻ്റെയും വാല്യൂസ് മാക്സിമൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സിൽ വരുന്നതാണ് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ്, മാക്സിമൈസേഷൻ ഓഫ് വെൽത്ത്, വാല്യൂ മാക്സിമൈസേഷൻ. ഇനി നമ്മൾ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അതായത് നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ്. അതിൽ ഫസ്റ്റ് വൺ ആണ് എൻഹാൻസ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ആൻഡ് വെൽഫെയർ. എംപ്ലോയീസ് എന്ന് പറയുന്നത് ആരാണ്? ഒരു കമ്പനീൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നതാണ് ഈ എംപ്ലോയീസ്. അതായത് ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള ഗോൾ എന്ന് പറയുന്നത് എംപ്ലോയീസിൻ്റെ സാറ്റിസ്ഫാക്ഷനും വെൽഫെയറും ഒക്കെ എൻഹാൻസ് ചെയ്യാന്നാണ്. ഇനി രണ്ടാമത്തതാണ് എൻഹാൻസ് മാനേജ്മെൻറ്റ് സാറ്റിസ്ഫാക്ഷൻ. എംപ്ലോയീസിൻ്റെ സാറ്റിസ്ഫാക്ഷൻ മാത്രമല്ല എൻഹാൻസ് ചെയ്യുന്നത്, മാനേജ്മെൻറ്റിൻ്റെ സാറ്റിസ്ഫാക്ഷൻ കൂടി എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ഇനി മൂന്നാമത്തതാണ് പ്രൊമോട്ട് വെൽബീങ് ഓഫ് സൊസൈറ്റി. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഒരു സൊസൈറ്റീൻ്റെ വെൽബീങ് കൂടി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നാലാമത്തതാണ് പ്രൊവൈഡ് ക്വാളിറ്റി സർവീസസ് ടു കസ്റ്റമേഴ്സ്. അതായത് കസ്റ്റമേഴ്സിന് ക്വാളിറ്റി സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ഫങ്ഷൻസ് ഓഫ് ഫിനാൻസ്. ഫിനാൻസിൻ്റെ ഫങ്ഷൻസിനെ മെയിനായിട്ട് കൺസേൺ ചെയ്യുന്നത് 4 ടൈപ്പ് ഡിസിഷൻസ് ആണ്. അതേതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ്, ഫിനാൻസിങ് ഡിസിഷൻസ്, ഡിവിഡൻഡ് ഡിസിഷൻസ്, ലിക്വിഡിറ്റി ഡിസിഷൻസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ്. ഏതൊക്കെ അസറ്റിലാണ് ഫേം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നാണ് ഇതിൽ പറയുന്നത്. അതായത് നമുക്ക് കിട്ടുന്ന ഫിനാൻസ് നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഏത് അസറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നോക്കണം. അതായത് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി സെലക്ട് ചെയ്തിട്ട് വേണം ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം റിട്ടേൺ കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കണം, അതുപോലെ ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു അസറ്റിലായിരിക്കണം ഈ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട്. 2 ടൈപ്പ് ഓഫ് അസറ്റിലാണ് ഫണ്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം, അതായത് ലോങ് ടേമിലും ഷോർട്ട് ടേമിലും. ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഷോർട്ട് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നതിനാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഡിസിഷനാണ് ഫിനാൻസിങ് ഡിസിഷൻസ്. അതായത് ഏതൊക്കെ സോഴ്സസിൽ നിന്നും നമുക്ക് ഫിനാൻസ് കിട്ടുന്നതാണ് ഇതിൽ പറയുന്നത്. ഒരു കമ്പനിക്ക് അവരുടെ സ്വന്തം ഫണ്ട് എടുക്കാനൊന്നും ഉണ്ടാവില്ല. പല സോഴ്സസിൽ നിന്നാണ് ഫണ്ടൊക്കെ റേസ് ചെയ്യുക. അതായത് പല സോഴ്സസിൽ നിന്നാണ് അവർ കമ്പനിക്ക് വേണ്ട ക്യാപിറ്റലൊക്കെ പ്രൊക്യൂർ ചെയ്യുന്നത്. ക്യാപിറ്റൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സോഴ്സിൽ നിന്നായിരിക്കണം പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഏറ്റവും ബെസ്റ്റ് സോഴ്സ് ഏതാണെന്ന് നോക്കിയിട്ട് അതിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യാനുള്ള ഒരു ഡിസിഷനൊക്കെ എടുക്കുന്നതിനാണ് ഈ ഫിനാൻസിങ് ഡിസിഷൻസ് എന്ന് പറയുന്നത്. മൂന്നാമത്തതാണ് ഡിവിഡൻഡ് ഡിസിഷൻസ്. ഇതിൽ പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിന് എത്ര പെർസെൻറ്റേജ് ഷെയർ കൊടുക്കണം, അല്ലെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കണം, അതുപോലെ ബിസിനസ്സിന് എത്ര പെർസെൻറ്റേജ് ഷെയർസൊക്കെ മാറ്റി വെക്കണം എന്നാണ്. അതായത് കമ്പനീൻ്റെ പ്രോഫിറ്റിൽ നിന്ന് എത്ര പെർസെൻറ്റേജ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം, അതുപോലെ കമ്പനീൻ്റെ ഏണിങ്സ് ആയിട്ട് എത്ര മാറ്റി വെക്കണം എന്നാണ് പറയുന്നത്. ഇതിൽ ഡിവിഡൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത്. മാനേജ്മെൻ്റ് ആണ് ഈ ഡിസിഷൻസ് ഒക്കെ എടുക്കുക. ഇനി നാലാമത്തതാണ് ലിക്വിഡിറ്റി ഡിസിഷൻസ്. അതായത് കറണ്ട് അസറ്റിനെ എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാമെന്നാണ് ഇതിൽ പറയുന്നത്. അതായത് ഒരു ഫേം കറണ്ട് അസറ്റിൽ ലെസ് ഫണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ ഫേമിൻ്റെ ലിക്വിഡിറ്റി കുറയും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഫേമിന് അതിൻ്റെ ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ് ഒന്നും മീറ്റ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ ആ ഒരു ഫേമിന് ബാഡ് ഇമേജാണ് ഉണ്ടാവുക. അപ്പോൾ അതൊരു റിസ്കി ആയിട്ടുള്ള പ്രോസസ്സാണ്. എന്നാൽ അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. എന്നാൽ കറണ്ട് അസറ്റിൽ കൂടുതൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലിക്വിഡിറ്റി പൊസിഷൻ ഇമ്പ്രൂവ് ചെയ്യും. എന്നാൽ ഇറ്റ് റിസൾട്ട് ഇൻ ടു ഐഡിയൽ കറണ്ട് അസറ്റ്. അതായത് ലിക്വിഡിറ്റി ഡിസിഷനിൽ എടുക്കേണ്ടത് ഒരുപാട് ഫണ്ട് കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല, അതുപോലെ കുറച്ചും ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ്. അതായത് ഒരു ഒപ്റ്റിമൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്
വേണ്ടത്. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ലീഗൽ, ഓപ്പറേറ്റിംഗ് ആൻഡ് ടാക്സ് എൻവയോൺമെൻറ്റ് ഇൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. അതായത് ഫിനാൻഷ്യൽ ഡിസിഷൻസിനൊക്കെ എഫക്റ്റ് ചെയ്യുന്ന എൻവയോൺമെൻറ്റ്സ് ഉണ്ട്. അതായത് ഫിനാൻസ് ഡിസിഷൻസിനെ എഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 3 എൻവയോൺമെൻറ്റ്സ് ഉണ്ട്. അതാണ് ലീഗൽ എൻവയോൺമെൻറ്റ്, ഓപ്പറേറ്റിംഗ് എൻവയോൺമെൻറ്റ്, അതുപോലെ ടാക്സ് എൻവയോൺമെൻറ്റ്. അപ്പോൾ ഫസ്റ്റ് വേണ്ട നമുക്ക് ലീഗൽ എൻവയോൺമെൻറ്റ് എന്താണെന്ന് നോക്കാം. ലീഗൽ എൻവയോൺമെൻറ്റ് ഫിനാൻഷ്യൽ ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു കൺട്രിയിലെ റെഗുലേറ്ററി ഫ്രെയിംവർക്കും അതുപോലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നോക്കിയിട്ട് വേണം അവിടെ ഒരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ ഒരു രാജ്യത്തെ നിയമമൊക്കെ എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം അവിടെ ഒരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഒരു രാജ്യത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും നോക്കാണ്ട് അവിടെ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ലീഗൽ എൻവയോൺമെൻറ്റിൽ ഗവൺമെൻറ് പാസ് ചെയ്യുന്ന വേരിയസ് ആക്ട്സ് ഒക്കെ ഉണ്ട്. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ വേരിയസ് പോളിസീസ് ഉണ്ടാവും, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക്സ് ഉണ്ടാവും, പിന്നെന്താ ഗവൺമെൻറ്റിൻ്റെ റൂൾസും റെഗുലേഷൻസും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതിനാണ് ഈ ലീഗൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഈ ലീഗൽ എൻവയോൺമെൻറ്റിൽ വരുന്ന കോമ്പണൻസ് ആണ് ഗവൺമെൻറ് പോളിസീസ്, വേരിയസ് ആക്ട്സ്, അതുപോലെ സെബി ഗൈഡ് ലൈൻസ് ഒക്കെ. രണ്ടാമത്തതാണ് ഓപ്പറേറ്റിംഗ് എൻവയോൺമെൻറ്റ്. ഈ ഓപ്പറേറ്റിംഗ് എൻവയോൺമെൻറ്റ് ഫിനാൻഷ്യൽ ഡിസിഷൻ മേക്കിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു എൻവയോൺമെൻറ്റിനെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഓപ്പറേറ്റിംഗ് എൻവയോൺമെൻറ്റിലുള്ള ചില ഫാക്ടേഴ്സ് ആണ് ജനറൽ എക്കണോമിക് കണ്ടീഷൻസ്, ഡിഗ്രി ഓഫ് കോമ്പറ്റീഷൻ, ഗ്ലോബലൈസേഷൻ, ലെവൽ ഓഫ് റിസ്ക്, സ്റ്റെബിലിറ്റി ഓഫ് ഏർണിങ്സ്, നേച്ചർ ആൻഡ് സൈസ് ഓഫ് ദി ബിസിനസ്, ലിക്വിഡിറ്റി പൊസിഷൻസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ജനറൽ എക്കണോമിക് കണ്ടീഷൻസ് എന്താണെന്ന് നോക്കാം. ഒരു ബിസിനസ്സിൽ ജനറൽ ആയിട്ടുള്ള എക്കണോമിക് കണ്ടീഷൻസ് ആണ് പറയുന്നത്. ഈ എക്കണോമിക് കണ്ടീഷൻസ് എന്ന് പറയുന്നത് എന്താ, ഡൈനാമിക് ആണ്. അതിൽ ടൈം ടു ടൈം ചേഞ്ചസ് ഒക്കെ വന്നുകൊണ്ടിരിക്കും. അതായത് ഒരു ബിസിനസ്സിൻ്റെ എക്കണോമിക് കണ്ടീഷൻസ് ഒക്കെ ചേഞ്ച് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൻ്റെ ഫിനാൻഷ്യൽ ഡിസിഷൻസും ചേഞ്ച് ആവുമെന്നാണ് പറയുന്നത്. ഒരു എക്കണോമി നല്ലൊരു കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താ ഡൗൺ ആയി പോയിട്ടുള്ള ഒരു എക്കണോമി നല്ലൊരു കണ്ടീഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫിനാൻസ് മാനേജർ എപ്പോഴും നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ടേക്ക് ചെയ്യാനുള്ള ഡിസിഷനിലേക്കാണ് പോവുക. അല്ലെങ്കിൽ എന്താ ഒരു എക്കണോമി ഡൗൺവേർഡ് ആണ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫിനാൻസ് മാനേജർ എന്താക്കണം, വളരെ സൂക്ഷിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അതായത് ഡൗൺ ആയിപ്പോയിട്ടുള്ള ഒരു എക്കണോമി നല്ലൊരു കണ്ടീഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താ റിക്കവറി സ്റ്റേജിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എക്സ്പാൻഷൻ പ്രോഗ്രാംസുമായിട്ട് മുമ്പോട്ട് പോകണം. അതായത് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ടേക്ക് ചെയ്യാനുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കണം. അല്ലെങ്കിൽ ഒരു ബിസിനസ് ഡൗൺവേർഡ് ആണ് പോവുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പാൻഷൻ പ്രോഗ്രാമിലേക്കൊന്നും പോകാൻ പാടില്ല. അതായത് അവരെന്താക്കണം, വളരെ സൂക്ഷിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അതായത് ഒരു ബിസിനസ്സിൻ്റെ എക്കണോമിക് കണ്ടീഷൻസ് ഒക്കെ നോക്കിയിട്ട് വേണം ഈ ഫിനാൻഷ്യൽ ഡിസിഷൻസ് ഒക്കെ ടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി മൂന്നാമത്തതാണ് ഡിഗ്രി ഓഫ് കോമ്പറ്റീഷൻ. ഒരു ബിസിനസ്സിന് എപ്പോഴും കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ടാവും. ആ കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജീസ് എന്താണെന്ന് എപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ടാവണം. അതായത് ഒരു മാർക്കറ്റിൽ എത്രത്തോളം കോമ്പറ്റീഷൻ ഉണ്ട് അത് ബേസ് ചെയ്തിട്ട് വേണം ഫിനാൻസ് മാനേജറൊക്കെ ഫിനാൻഷ്യൽ ഡിസിഷൻസ് ഒക്കെ ടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നാലാമത്തതാണ് ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷൻ ഉള്ളത് കൊണ്ട് പഴയ മാർക്കറ്റിംഗ് മെത്തേഡ്സും അതുപോലെ ട്രേഡിങ്സ് ഒന്നും യൂസ് ചെയ്യാൻ കഴിയില്ല. ഒരു ഓർഗനൈസേഷൻ എന്താക്കണം, പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസും ചലഞ്ചസുമാണ് മുന്നോട്ട് വെക്കുന്നത്. അതായത് ചലഞ്ചസ് എന്താണ്, ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്നൊക്കെ നോക്കിയിട്ട് വേണം ഫിനാൻസ് മാനേജർ ഈ ഫിനാൻഷ്യൽ ഡിസിഷൻസ് ഒക്കെ ടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നാലാമത്തതാണ് ലെവൽ ഓഫ് റിസ്ക് ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് ഏർണിങ്സ്. റിസ്ക് ലെവൽ എന്താണ്, അതുപോലെ ഏർണിംഗ് കപ്പാസിറ്റി എന്താണെന്നാണ് ഇതിൽ പറയുന്നത്. അതായത് സ്റ്റേബിൾ ആയിട്ടുള്ള ഏർണിങ്സ് ആണോ കിട്ടുന്നത്, അല്ലെങ്കിൽ എന്താ ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള ഏർണിങ്സ് ആണോ കിട്ടുന്നത് എന്നാണ് നോക്കുന്നത്. ഒരു ബിസിനസ്സിൽ റിസ്ക് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഡിസ്കൗണ്ട് ഫാക്ടേഴ്സും ഹയർ ആയിരിക്കും. അതിൻ്റെ റിസൾട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസിൽ എന്താക്കും, വ്യത്യാസം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ടാണ് ഈ ഫിനാൻഷ്യൽ മാനേജർ ഫിനാൻഷ്യൽ ഡിസിഷൻസ് ഒക്കെ ടേക്ക് ചെയ്യുന്നത്. അഞ്ചാമത്തതാണ് നേച്ചർ ആൻഡ് സൈസ് ഓഫ് ദി ഇൻവെസ്റ്റ്മെൻറ്റ്. ബിസിനസ്സിൻ്റെ സ്വഭാവം അനുസരിച്ചും അതിൻ്റെ സൈസ് അനുസരിച്ചാണ് ഈ ഫിനാൻഷ്യൽ ഡിസിഷൻസിലും ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ട്. അഞ്ചാമത്തതാണ് നേച്ചർ ആൻഡ് സൈസ് ഓഫ് ദി ഇൻവെസ്റ്റ്മെൻറ്റ്. ബിസിനസ്സിൻ്റെ സ്വഭാവം അനുസരിച്ചും സൈസ് അനുസരിച്ചും ഫിനാൻസ് ഡിസിഷൻസിലും ചേഞ്ചസ് വരുന്നുണ്ട്. ആറാമത്തതാണ് ലിക്വിഡിറ്റി പൊസിഷൻസ്. ഓപ്പറേറ്റിംഗ് എൻവയോൺമെൻറ്റിലെ ഫിനാൻഷ്യൽ ഡിസിഷൻസിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഈ ലിക്വിഡിറ്റി പൊസിഷൻ എന്ന് പറയുന്നത്. ലിക്വിഡിറ്റി പൊസിഷനിൽ പറയുന്നത് എന്താ, ഒരു ഫേമിൻ്റെ കയ്യിലുള്ള ക്യാഷിൽ നിന്നാണ് എപ്പോഴും ഡിവിഡൻ്റ് ഒക്കെ പേ ചെയ്യാമെന്നാണ്.
അതായത് നല്ലവണ്ണം ഫണ്ടുള്ള ഒരു ഫേം ആണെന്നുണ്ടെങ്കിൽ അവരെടുക്കുന്ന ഡിവിഡൻഡ് പോളിസി ലിബറൽ ഡിവിഡൻഡ് പോളിസി ആയിരിക്കും. അത്ര ഫണ്ടൊന്നും ഇല്ലാത്തൊരു ഫേം ആണെന്നുണ്ടെങ്കിൽ അവരെന്താ കൺസർവേറ്റീവ് ഡിവിഡൻഡ് പോളിസിയാണ് അഡോപ്റ്റ് ചെയ്യുക. ഈ ലിക്വിഡിറ്റിൻ്റെ നാച്ചർ അനുസരിച്ച് ഈ ഫിനാൻഷ്യൽ ഡിസിഷനിലും ചേഞ്ചസ് വരുമെന്നാണ് പറയുന്നത്. അടുത്തതാണ് ടാക്സ് എൻവയോൺമെൻറ്റ്. ഇതിൽ പറയുന്നത് ഒരു ഫേം ആണെങ്കിൽ ടാക്സ് ഒക്കെ പേ ചെയ്യേണ്ടതുണ്ട് എന്നാണ്. അതായത് ടാക്സ് റൂൾസ് ഇതൊക്കെ എല്ലാ ഫേംസിനും ബാധകമാണ്. ഒരു ഫേമിനെ ബേസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടാക്സ് സിസ്റ്റം അല്ലെങ്കിൽ റൂൾസ് എന്ന് പറയുന്നത് ഒരു എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സാണ്. ഈ ടാക്സിൻ്റെ സ്ട്രക്ചേഴ്സും റൂൾസും സിസ്റ്റംസും ഈ 3 കാര്യങ്ങളാണ് ഈ ഒരു ടാക്സ് എൻവയോൺമെൻറ്റിൽ കൺസിസ്റ്റ് ചെയ്യുന്നത്. അതായത് ഓരോ രാജ്യത്തെയും ടാക്സ് സിസ്റ്റത്തിലും അതുപോലെ റൂൾസിലും സ്ട്രക്ചേഴ്സിലും ഒക്കെ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഫേമിൻ്റെ ഫിനാൻഷ്യൽ ഡിസിഷൻസ് ആർ ലാർജ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ടാക്സ് എൻവയോൺമെൻറ്റ്. അതായത് ഒരു ഫേമിൻ്റെ ഫിനാൻഷ്യൽ ഡിസിഷൻസ് ഒക്കെ ടാക്സ് എൻവയോൺമെൻറ്റുമായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആണ് എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഫിനാൻസ് മാനേജർ. ഒരു ഓർഗനൈസേഷൻ്റെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓർഗനൈസേഷനിലെ ഫിനാൻസ് ഒക്കെ മാനേജ് ചെയ്യാവുന്നതാണ്. ഒരു ലാർജ് ഓർഗനൈസേഷനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ അവിടുത്തെ ഫിനാൻസിൻ്റെ ഫങ്ഷൻസ് ഒക്കെ എഫിഷ്യൻ്റ് ആയിട്ടും എഫക്റ്റീവായിട്ടും ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ഈ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ചില എക്സ്പേർട്സിൻ്റെയും സ്പെഷ്യലിസ്റ്റിൻ്റെയും കൺട്രോളിലാണുള്ളത്. ഈ സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ എക്സ്പേർട്സിനെയാണ് ഈ ഫിനാൻസ് മാനേജർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് റോൾ ഓഫ് ഫിനാൻസ് മാനേജർ അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് ഫിനാൻസ് മാനേജർ. അതിൽ ഫസ്റ്റ് വൺ ആണ് ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്ലാനിങ്. ഒരു ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ നീഡ്സ് എന്തൊക്കെയാണോ അതിനെ ഫോർകാസ്റ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഒരു ഓർഗനൈസേഷനിൽ എന്താ ഫിനാൻസ് പ്ലാനിങ്ങും ആവശ്യമാണ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും കറക്റ്റായിട്ട് ഫണ്ടൊക്കെ അവൈലബിൾ ആവുന്നുണ്ടോ, അതുപോലെ എക്സസ് ഫണ്ടൊക്കെ അവോയ്ഡ് ചെയ്യാനും അതായത് അനാവശ്യ ഫണ്ടൊക്കെ അവോയ്ഡ് ചെയ്യാനും ഈ ഫിനാൻസ് പ്ലാനിങ് ആവശ്യമാണ്. സോ ഫിനാൻസ് ഫോർകാസ്റ്റ് ചെയ്യുക അതുപോലെ പ്ലാൻ ചെയ്യുന്നത് ഈ ഫിനാൻസ് മാനേജറിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷനാണ്. രണ്ടാമത്തതാണ് ഡിറ്റർമൈനിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഫിനാൻസ് മാനേജർ ഒരു ഓർഗനൈസേഷൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചറൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. മൂന്നാമത്തതാണ് റേസിംഗ് സഫിഷ്യൻറ്റ് ഫണ്ട്. ഒരു ഓർഗനൈസേഷൻ്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് ഒക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിനാൻസ് മാനേജർ ഫണ്ടൊക്കെ റേസ് ചെയ്യുന്നുണ്ട്. നാലാമത്തതാണ് ഡിസൈനിങ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസീസ്. ഫിനാൻസ് മാനേജറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷനാണ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസീസൊക്കെ ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളത്. അതായത് കറണ്ട് അസറ്റിലും ഫിക്സഡ് അസറ്റിലും എത്ര എമൗണ്ട് ഓഫ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഈ ഫിനാൻസ് മാനേജറാണ്. അഞ്ചാമത്തതാണ് മാനേജിങ് ഇൻകം. അതായത് ഷെയർ ഹോൾഡേഴ്സിന് എത്ര ഡിവിഡൻഡ് പേ ചെയ്യണം, എംപ്ലോയീസിന് എത്ര എമൗണ്ട് ബോണസ് കൊടുക്കണം, ഫ്യൂച്ചറിലേക്ക് എത്ര എമൗണ്ട് മാറ്റി വെക്കണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ഈ ഫിനാൻസ് മാനേജറിൻ്റെ ഒരു ഫംഗ്ഷനാണ്. ഇനി ആറാമത്തതാണ് മാനേജിങ് ക്യാഷ്. ക്യാഷ് ഫ്ലോസ് ഒക്കെ കൺട്രോൾ ചെയ്യുക അതുപോലെ എസ്റ്റിമേറ്റ് ചെയ്യുക എന്നത് ഫിനാൻസ് മാനേജറിൻ്റെ ഒരു ഫംഗ്ഷനാണ്. ഏഴാമത്തതാണ് ഇവാലുവേഷൻ ഓഫ് പെർഫോമൻസ്. ഒരു ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഒക്കെ ഫിനാൻസ് മാനേജർ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. എട്ടാമത്തതാണ് അഡ്വൈസിങ് ടോപ്പ് മാനേജ്മെൻറ്റ്. ടോപ്പ് മാനേജ്മെൻറ്റിന് എല്ലാ ഫിനാൻഷ്യൽ മാറ്റേഴ്സിലും അതുപോലെ ഫിനാൻസുമായി റിലേറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ഒക്കെ സജസ്റ്റ് ചെയ്യുക എന്നുള്ളതും ഫിനാൻസ് മാനേജറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. ഇനി ഒമ്പതാമത്തതാണ് ടാക്സ് അഡ്മിനിസ്ട്രേഷൻ. ടാക്സ് ഒക്കെ പ്ലാൻ ചെയ്യാനും അതുപോലെ ടാക്സ് ഒക്കെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക എന്നുള്ളതും ഫിനാൻസ് മാനേജറിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷനാണ്. പത്താമത്തതാണ് റിസ്ക് മാനേജ്മെൻറ്റ്. ഒരു ഓർഗനൈസേഷൻ ഫേസ് ചെയ്യുന്ന റിസ്ക് ഒക്കെ ഫിനാൻസ് മാനേജർ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ ആ റിസ്ക് ഒക്കെ മാനേജ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നതാണ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഫിനാൻസ് മാനേജർ. അതിൽ ഫസ്റ്റ് വൺ ആണ് ഫിനാൻഷ്യൽ പ്ലാനിങ്. മെയിൻ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ നീഡ്സ് ഒക്കെ എന്തൊക്കെയാണെന്ന് ഫോർകാസ്റ്റ് ചെയ്യാമെന്നും അതുപോലെ ഓർഗനൈസേഷനിലെ ഫിനാൻസ് ഒക്കെ പ്ലാൻ ചെയ്യാമെന്നുമാണ്. രണ്ടാമത്തതാണ് റേസിംഗ് നെസസറി ഫണ്ട്. ഒരു ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സിന് ആവശ്യമുള്ള ഫണ്ടൊക്കെ റേസ് ചെയ്യുക എന്നത് ഫിനാൻസ് മാനേജറിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. മൂന്നാമത്തതാണ് കൺട്രോളിങ് ദി യൂസ് ഓഫ് ഫണ്ട്. പ്രോപ്പറായിട്ട് ഫണ്ടൊക്കെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതും ഈ ഫിനാൻസ് മാനേജറിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. നാലാമത്തതാണ് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്സ്. ഫിനാൻസ് മാനേജറിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയാണ് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് എന്നുള്ളത്. അതായത് ബിസിനസ് റിസർവിലേക്ക് എത്ര പ്രോഫിറ്റ് റിട്ടേൺ ചെയ്യണമെന്നും അതുപോലെ ഷെയർ ഹോൾഡേഴ്സിന് എത്ര പെർസെൻറ്റേജ് ഡിവിഡൻഡ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്നും ടോപ്പ് എക്സിക്യൂട്ടീവ്സിനെ ഫിനാൻസ് മാനേജർ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. അഞ്ചാമത്തതാണ് അതർ റെസ്പോൺസിബിലിറ്റീസ്. അതായത് ഫിനാൻസ് മാനേജർക്ക് മറ്റ് പല റെസ്പോൺസിബിലിറ്റീസ് കൂടി ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് റെസ്പോൺസിബിലിറ്റീസ് ടു ഓണർ.
ഒരു കമ്പനീൻ്റെ റിയൽ ഓണർ എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സാണ്. സോ ഒരു കമ്പനീൻ്റെ ഫിനാൻഷ്യൽ ഹെൽത്ത് മാത്രമല്ല ഒരു ഫിനാൻസ് മാനേജർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഷെയർ ഹോൾഡേഴ്സിനുള്ള സാറ്റിസ്ഫാക്ടറി റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ട് ഷെയർ ഹോൾഡേഴ്സിനെ കൂടി എന്താക്കുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി രണ്ടാമത്തതാണ് റെസ്പോൺസിബിലിറ്റീസ് ടു എംപ്ലോയീസ്. അതായത് കറക്റ്റ് ടൈമിന് എംപ്ലോയീസിന് വേജസും ബെനിഫിറ്റ്സും ഒക്കെ ഫിനാൻസ് മാനേജർ എൻഷുർ ചെയ്യുന്നുണ്ട്. മൂന്നാമത്തതാണ് റെസ്പോൺസിബിലിറ്റീസ് ടു സപ്ലയേഴ്സ്. അതായത് സപ്ലയേഴ്സിന് കമ്മിറ്റ് ചെയ്ത ടൈമിനുള്ളിൽ പേയ്മെൻറ്റ് നടത്തണം. ഇത് ഫിനാൻസ് മാനേജറുടെ ഒരു ഡ്യൂട്ടി കൂടിയാണ്. നാലാമത്തതാണ് വെൽത്ത് മാക്സിമൈസേഷൻ. ഫിനാൻസിൻ്റെ ഫങ്ഷൻസിൻ്റെ മെയിൻ ആയിട്ടുള്ള ഗോൾ എന്ന് പറയുന്നത് വെൽത്തൊക്കെ മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളത് ഈ ഫിനാൻസ് മാനേജറിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അഞ്ചാമത്തതാണ് ലീഗൽ ഒബ്ലിഗേഷൻസ്. ഒരു ഓർഗനൈസേഷൻ്റെ ലീഗൽ ഒബ്ലിഗേഷൻസ് കൂടി ഒരു ഫിനാൻസ് മാനേജർ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. നെക്സ്റ്റ് പറയുന്നതാണ് ഏജൻസി പ്രോബ്ലം. ഒരു കമ്പനിയിൽ ഷെയർ ഹോൾഡേഴ്സിനെയും മാനേജ്മെൻറ്റിനെയും എന്താക്കും, സെപ്പറേറ്റ് ചെയ്യും. ഒരു കമ്പനീനെ ബേസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. എന്നാൽ അവർക്ക് കമ്പനീൻ്റെ അഫയേഴ്സ് ഒന്നും മാനേജ് ചെയ്യാൻ കഴിയില്ല. സോ അവർക്ക് ഈ ബിസിനസ്സൊക്കെ റൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പ്രൊഫഷണൽ മാനേജേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്. അതായത് മാനേജർ എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഏജൻറ്റ് മാത്രമാണ്. എന്നാൽ ഈ മാനേജേഴ്സ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ബെസ്റ്റ് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നില്ല. അതായത് മാനേജേഴ്സ് അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ താല്പര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ കെയർ ചെയ്യുന്നില്ല. അവർ അവരുടെ വെൽത്തൊക്കെ മാക്സിമൈസ് ചെയ്യാനാണ് ട്രൈ ചെയ്യുന്നത്. സോ ഇവിടെ മാനേജേഴ്സും ഷെയർ ഹോൾഡേഴ്സും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇതിനെയാണ് ഈ ഏജൻസി പ്രോബ്ലം അല്ലെങ്കിൽ ഏജൻസി കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഏജൻസി പ്രോബ്ലം എറേസ് ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റും മാനേജേഴ്സിൻ്റെ ഇൻട്രസ്റ്റുമായിട്ട് ക്ലാഷ് ചെയ്യുമ്പോഴാണ്. അതായത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റൊക്കെ പരിപാലിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് മാനേജേഴ്സിനാണുള്ളത്. അപ്പോൾ ഈ മാനേജേഴ്സ് എന്താക്കും, അവരുടെ പവറും അതോറിറ്റിയും ഒക്കെ അവരുടെ പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് മിസ്യൂസ് ചെയ്യും. അപ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് എറേസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനാണ് ഈ ഏജൻസി പ്രോബ്ലം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ഏജൻസി തിയറി. ഏജൻറ്റും പ്രിൻസിപ്പളും തമ്മിൽ റിസ്ക് ഷെയറിങ്ങിനെയാണ് ഏജൻസി തിയറി എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനീൻ്റെ പ്രിൻസിപ്പൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓണേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സാണ്. ഏജൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനേജേഴ്സാണ്. ഒരു ഓർഗനൈസേഷനിലെ ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി എന്ന് പറയുന്നത് മാനേജേഴ്സാണ്. ഓർഗനൈസേഷൻ്റെ ഓണർ എന്ന് പറയുന്നത് ആരാ, ഷെയർ ഹോൾഡേഴ്സാണ്. അപ്പോൾ ഒരു ലാർജ് കമ്പനീസിലൊക്കെ ഈ മാനേജ്മെൻറ്റും ഓണർഷിപ്പും തമ്മിൽ ഈ സെപ്പറേഷൻസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അതിനാണ് ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ ഏജൻസി തിയറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ഏജൻസി കോസ്റ്റ്. ഒരു കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സും മാനേജേഴ്സും തമ്മിൽ കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ഈ ഏജൻസി കോസ്റ്റൊക്കെ റേസ് ചെയ്യുന്നത്. അതായത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ ഒരു ഏജൻറ്റ് പ്രിൻസിപ്പലിന് വേണ്ടി പ്രവർത്തിക്കുകയും ഡിസാറ്റിസ്ഫാക്ഷനോ അല്ലെങ്കിൽ ഇൻഎഫിഷ്യൻസിയോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു കമ്പനിക്ക് ഉണ്ടാകുന്ന കോസ്റ്റിനെയാണ് ഈ ഏജൻസി കോസ്റ്റ് എന്ന് പറയുന്നത്. ഒരു കമ്പനിയിൽ ഏജൻസി പ്രോബ്ലംസ് ഒക്കെ കുറയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ ഏജൻസി കോസ്റ്റിൻ്റെ റിസ്ക് ഒക്കെ മിനിമൈസ് ചെയ്യുന്നതിന് വേണ്ട സ്റ്റെപ്സ് ഒക്കെ കമ്പനിക്ക് ടേക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പറയുന്നതാണ് ടൈം വാല്യൂ ഓഫ് മണി. ഇന്ന് നമുക്ക് കിട്ടുന്ന പൈസയ്ക്കാണ് ഫ്യൂച്ചറിൽ നമുക്ക് കിട്ടാൻ പോകുന്ന പൈസയേക്കാൾ വാല്യൂ കൂടുതലുണ്ടാവുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈമിനനുസരിച്ച് മണീൻ്റെ വാല്യൂവും ചേഞ്ചസ് ആവുന്നുണ്ട്. അതായത് നമ്മൾ ഇന്ന് റിസീവ് ചെയ്യുന്ന പൈസേൻ്റെ വാല്യൂവും ഫ്യൂച്ചറിൽ കിട്ടുന്ന പൈസേൻ്റെ വാല്യൂവും തമ്മിൽ ചേഞ്ചസ് ഉണ്ടാവും. അതായത് ഇന്ന് നമ്മൾ റിസീവ് ചെയ്യുന്ന പൈസയ്ക്കാണ് വാല്യൂ കൂടുതലുണ്ടാവുക. ഇതിനെയാണ് ഈ ടൈം വാല്യൂ ഓഫ് മണിയിൽ പറയുന്നത്. അതായത് ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ പോകുന്ന പൈസയേക്കാളും ഇപ്പോഴുള്ള പൈസയ്ക്കാണ് കൂടുതൽ പ്രിഫറൻസ് ഉണ്ടാവുക. എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് കുറച്ച് ക്യാഷ് കിട്ടി, അത് നമ്മൾ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടും. ഇനി നമുക്ക് ഫ്യൂച്ചറിലാണ് ആ ഒരു ക്യാഷ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുമോ? ഇല്ല, അത് നമുക്ക് ഫ്യൂച്ചറിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുക. ഇത് ഫ്യൂച്ചറിൽ കിട്ടുന്നുള്ളത് അൺസർട്ടേൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ നമുക്ക് ഇന്ന് കിട്ടുന്ന ക്യാഷിനാണ് വാല്യൂ ഉള്ളത്. ഇതിനെയാണ് ഈ ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇന്ന് കിട്ടുന്ന പണം എന്ന് പറയുന്നത് നമുക്ക് ഭാവിയിൽ കിട്ടാൻ ചാൻസ് ഉള്ള പണത്തേക്ക് വാല്യൂ ഉണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് റീസൺസ് ഫോർ ടൈം വാല്യൂ ഓഫ് മണി. അതിൽ ഫസ്റ്റ് വണ്ണാണ് അൺസർട്ടേണിറ്റി ആൻഡ് റിസ്ക്. ഈ പണം ഉണ്ട് എന്ന് പറയുന്നത് സെർട്ടേൺ ആണ്, എന്നാൽ ഈ പണം നമുക്ക് ഫ്യൂച്ചറിൽ വരും എന്ന് പറയുന്നത് അൺസർട്ടേൺ ആണ്. അതായത് അവിടെ ഒരു ചാൻസ് മാത്രമാണ് ഉള്ളത്. അതായത് പണം കിട്ടാനും കിട്ടാതിരിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്.
രണ്ടാമതാണ് പ്രിഫറൻസ് ഫോർ പ്രസൻറ്റ് കൺസപ്ഷൻ. കറൻറ്റ് കൺസപ്ഷനാണ് ഏതൊരു ഇൻഡിവിജ്വൽ എന്താക്കുക ഈ പ്രിഫറൻസ് ഒക്കെ കൊടുക്കുക. മൂന്നാമത്തതാണ് ഓപ്പർച്യൂണിറ്റി ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇന്ന് നമുക്ക് കിട്ടുന്ന പണം നമ്മളെന്താ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്, എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് ഇൻട്രസ്റ്റും കിട്ടും. എന്നാൽ നമുക്ക് ഫ്യൂച്ചറിൽ മണി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയില്ല. സോ നമുക്ക് ഇപ്പോൾ കിട്ടുന്ന പണത്തിന് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നാലാമതാണ് മോർ പർച്ചേസിങ് പവർ. ഇൻഫ്ലേഷൻ്റെ ടൈമിൽ നമ്മൾ ഇന്ന് വാങ്ങിക്കുന്ന പ്രൊഡക്റ്റിന് ഫ്യൂച്ചറിൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൂടുതലായിരിക്കും. ആ ഒരു ടൈമിൽ നമ്മൾ കൂടുതൽ പൈസ കൊടുത്തിട്ടായിരിക്കും അത് വാങ്ങേണ്ടി വരിക. സോ നമുക്ക് ഇന്ന് കിട്ടുന്ന പണത്തിന് എന്താ പർച്ചേസിങ് പവർ ഉണ്ട്. ഇനി നെക്സ്റ്റ് ആണ് നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ദി കൺസെപ്റ്റ് ഓഫ് ടൈം വാല്യൂ ഓഫ് മണി. അതിൽ ഫസ്റ്റ് വൺ ആണ് ഇറ്റ് മെഷേഴ്സ് വർത്ത് ഓഫ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വർത്ത് ഒക്കെ മെഷർ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തതാണ് ഇറ്റ് ഹെൽപ്സ് ടു ഇവാലുവേറ്റ് ഫിനാൻസിങ് ഡിസിഷൻസ് ഒക്കെ മേക്ക് ചെയ്യുന്ന ടൈമിലും ഈ ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നുണ്ട്. മൂന്നാമത്തതാണ് ഇറ്റ് ഹെൽപ്സ് ടു അസസ് ദി ക്രെഡിറ്റ് പോളിസീസ്. ക്രെഡിറ്റ് പോളിസീസ് എന്ന് വെച്ചാൽ എന്താ, ഒരു ഓർഗനൈസേഷൻ്റെ ക്രെഡിറ്റ് സെയിൽസിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്ന ടേംസ് ആൻഡ് കണ്ടീഷനെയാണ് ഈ ക്രെഡിറ്റ് പോളിസി എന്ന് പറയുന്നത്. ടൈം വാല്യൂ ഓഫ് മണി ക്രെഡിറ്റ് പോളിസീസും അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നാലാമത്തതാണ് ഇറ്റ് ഹെൽപ്സ് ടു ഡിറ്റർമൈൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി. ഇൻവെസ്റ്റ്മെൻറ്റിൽ എന്താ റിട്ടേൺസ് മാത്രമല്ല ഉണ്ടാവുക, റിസ്ക്കും ഉണ്ടാവുന്നുണ്ട്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നുണ്ടാവുന്ന റിട്ടേൺ എന്ന് പറയുന്നത് എന്താ അൺസർട്ടേൺ ആണ്. സോ ടൈം വാല്യൂ ഓഫ് മണി ഇൻവെസ്റ്റ്മെൻറ്റിൽ ഉണ്ടാവുന്ന മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി ഒക്കെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിലെ തിയറി പാർട്ട് എന്ന് പറയുന്നത്. ഇനി അങ്ങോട്ട് എന്താ പറയുക, ഈ ചാപ്റ്ററിൽ കുറച്ച് പ്രോബ്ലംസ് വരുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പ്രോബ്ലംസ് എന്താ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല എന്ന്. അപ്പോൾ ഇതിലെന്താ അത്രയും തിയറീസാണ് പറയുന്നത്. അപ്പോൾ ഓക്കെ, ബൈ.